ഏഷ്യ കപ്പ് ഫൈനലിൽ ടീം ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടാനായി പോവുകയാണ്. ഫൈനൽ മത്സരത്തിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് സഞ്ജു സാംസന്റെ ടൂർണമെന്റിൽ ഇതുവരെയുള്ള പ്രകടനം തീർച്ചയായിട്ടും അഭിമാന പ്രകടനങ്ങളായി തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. തന്റെ പതിവ് ഓപ്പണിംഗ് സ്ഥാനത്തിൽ നിന്ന് മാറി മധ്യനിരയിലേക്ക് ഇറങ്ങി സഞ്ജു കളിച്ചുവെങ്കിലും ലഭിച്ച അവസരത്തിൽ അദ്ദേഹം തന്നെ ക്ലാസ് കാണിക്കുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. സഞ്ജുവിന് പകരം ശുഭ്മാൻ ഗില്ലിനെയാണ് അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പണിംഗ് റോളിലേക്ക് ടീം ഇന്ത്യ പരിഗണിച്ചിരുന്നത്. എന്നാൽ ശുഭ്മാൻ ഗില്ലിന് പകരം സഞ്ജു സാംസനെ ടീം ഇന്ത്യ T20 ഓപ്പണിംഗിലേക്ക് പരിഗണിക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് ഇന്ത്യൻ മുൻ താരം കൂടിയായ സുനിൽ ഗവാസ്കർ പാകിസ്ഥാനെതിരായ ഫൈനൽ മത്സരത്തിന് മുന്നോടിയായി പ്രതികരിച്ചത്. നേരത്തെ സഞ്ജു സാംസനെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള താരം കൂടിയായിരുന്നു സുനിൽ ഗവാസ്കർ. അദ്ദേഹത്തെ കൊണ്ടുവരെ ഇപ്പോൾ സഞ്ജു ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ടീം ഇന്ത്യയിൽ ഒരു സ്ഥാനം ഡിമാൻഡ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. ശുഭ്മാൻ ഗില്ലിനേക്കാൾ ഏറ്റവും മികച്ച ബാറ്റിംഗ് ആവറേജും സ്ട്രൈക്ക് റേറ്റുമാണ് സഞ്ജു സാംസൺ ഉള്ളത്. ഓപ്പണിംഗിൽ ഇതിനോടകം തന്നെ അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രകടനങ്ങൾ നിരവധി കാഴ്ചവെച്ചിട്ടുമുണ്ട്. നിലവിൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഏറ്റവും മികച്ച ഓപ്പണിംഗ് ഓപ്ഷൻ സഞ്ജു സാംസൺ തന്നെയാണ്. ആ സ്ഥാനം എന്തുകൊണ്ടും ശുഭ്മാൻ ഗില്ലിനേക്കാൾ ഉപരി സഞ്ജു തന്നെയാണ് അർഹിക്കുന്നത് എന്നാണ് പാകിസ്ഥാനെതിരായ ഫൈനൽ മത്സരത്തിന് മുന്നോടിയായി സുനിൽ ഗവാസ്കർ സഞ്ജുവിന്റെ പ്രകടനത്തെ വിലയിരുത്തി സംസാരിച്ചത്. വിമർശകരെ കൊണ്ടുവരെ കൈയടിപ്പിക്കുന്ന ഒരു പ്രകടനമാണിപ്പോൾ സഞ്ജു കാഴ്ചവെക്കുന്നത്. ഏഷ്യ കപ്പിൽ എല്ലാ മത്സരങ്ങളിലും അവസരം ലഭിച്ചപ്പോഴും ബാറ്റിംഗിൽ തിളങ്ങാനാവാത്ത സാഹചര്യത്തിൽ വിക്കറ്റ് കീപ്പിംഗിൽ സഞ്ജു തന്റെ 100% പ്രകടനമാണിപ്പോൾ പുറത്തെടുക്കുന്നത്. ബാറ്റിംഗിൽ മനഃപൂർവ്വം ടീമിന്റെ അവസരം നിഷേധിക്കുമ്പോഴും ഡഗൌട്ടിലും ശേഷം വിക്കറ്റിന് പിന്നിലും സഞ്ജു സാംസൺ തന്നെ രാജ്യത്തിന് വേണ്ടി 100% കോൺട്രിബ്യൂഷൻ തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.